ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെൻപാൽ ലെറ്ററിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ആതിര എന്ന് പറഞ്ഞൊരു കുട്ടിക്കുള്ള റിപ്ലൈ ലെറ്റർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് സെൻഡ് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിനെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പെൻപാൽ ത്രൂ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പ്രത്യേക തീം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. കാരണം ഇതിനൊരു പൊച്ചാക്കോ തീമിലാണ് ഇതിൻ്റെ എൻവലപ്പ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാസ് ഒക്കെ പൊച്ചാക്കോ തീമിൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിലൊരു കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാനിത് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ കണ്ടിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ എൻ്റെതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊരു ഗ്രിഡ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്രീൻ പേപ്പർ, പിന്നെ പൊച്ചാക്കായിട്ടൊരു സ്റ്റിക്കർ, പിന്നെ ഇതുപോലത്തെ ഒരു വിൻറ്റേജ് ബുക്കിൽ നിന്ന് കയറിയിട്ടുള്ള ഒരു പേപ്പറും കൂടെ. പിന്നെ നമ്മുടെ ഇങ്ങനെ ബിൽസിൻ്റെ സൈഡ് പോർഷൻ ഉണ്ടാവില്ലേ, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു റൗണ്ട് സ്റ്റിക്കറല്ല, ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ പഞ്ച് ഉണ്ടല്ലോ, റൗണ്ട് പഞ്ച്, അതിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എസ്തെറ്റിക് വൈബാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് മിനിമൽ ആവണമെന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മിനിമൽ ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ ആതിര എന്നുള്ള ആളുടെ പേരും കൂടെ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ തീമിലാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള എക്സ്ട്രാസ് കാര്യങ്ങളൊന്നും ഗ്രീൻ തീമിലല്ല കേട്ടോ, പല തീമിലായിട്ടാണ്. പിന്നെ ഇതുപോലത്തെ ഒരു വെല്ലം പേപ്പറിൻ്റെ ഒരു ചെറിയ പീസും കൂടെ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ആതിര എന്ന് പേര് എഴുതിയതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വരകളും കുത്തുകളും കോമകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു വാഷി ടൈപ്പിൻ്റെ ഒരു പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഡെക്കറേറ്റ് ചെയ്യുന്നതും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കവർ പേജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഞാൻ ആ കണ്ട പിക്ചറിൽ ഇതുപോലെ ഒരു വാഷി ടൈപ്പ് ഉണ്ടായിരുന്നു. ഈ സെയിം ഡിസൈൻസ് അല്ല, ഒരു ഗ്രീൻ തീമിൽ വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഗ്രീൻ തീമിൽ എനിക്ക് ഒന്നുകൂടെ മാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ അത് ഞാൻ എവിടെ കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനത് ഇവിടെ കൊടുത്തു നോക്കി. പിന്നെ ഇതുപോലെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു വാഷ് ടൈപ്പിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് ഇത് എന്നാണോ ഞാൻ എൻവലപ്പ് ചെയ്ത് ആ ഡേറ്റും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഞാൻ നവംബർ 18 ചെയ്ത് വെച്ചത്. എനിക്ക് അതായത് പെൻപാൽ ലെറ്റർ ഒരു ഒക്ടോബർ 19 മുമ്പായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 15 14 ആയിട്ട്. പക്ഷെ അതിൻ്റെ റിപ്ലൈ ലെറ്റർ ഞാൻ ചെയ്തെത്തിയത് നവംബർ 18 ഒരു മാസം കഴിഞ്ഞ് ഏകദേശം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതായത് ഇതാൾക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നത് ഡിസംബറിൽ 12 എന്തൊക്കെയോ ആയിട്ടായിരുന്നു. അത്രയും ടൈം എടുത്തു. എന്താല്ലേ ഞാൻ തന്നെ എൻ്റെ അടുത്ത് എന്താ ഷെന്നെ എങ്ങനെ മടിയായാൽ ചില സമയത്ത് വട്ടായിട്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ സംസാരിക്കും, എന്താ ഷെന്നെ ഈ ഭയങ്കരമായിട്ട് മടിച്ചായിട്ടുണ്ടല്ലോ, ഒന്നും മടിക്കൊന്ന് മാറ്റിക്കൂട്ടാ, സെൻഡ് ചെയ്യാനുള്ള പെൻപാൽസൊക്കെ ഒന്ന് വേഗം ചെയ്ത് സെൻഡ് ചെയ്തുകൂടെ, പിള്ളേരുടെ വായിലെടുക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയും കേട്ടോ. എന്നിട്ട് ആ സെക്കൻഡിൽ തന്നെ ഞാൻ മാറ്റി പറയട്ടോ, പക്ഷേ ഇതൊന്നും മടിയല്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന്. ഒരു രീതിക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മടിയായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക, വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ, അപ്പോൾ എനിക്ക് വിചാരിച്ച രീതിക്ക് എൻ്റെ തല പ്രവർത്തിക്കില്ല. അപ്പം അതിങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് അങ്ങനെ നവംബർ ഈ ഒരു ഡേറ്റ് വരെ എത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിലൊരു ബുക്ക് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ടുപോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതൊരു എൻവലപ്പ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴേക്ക് ഒരുപാട് പെൻപാൽസ് ഉണ്ട്. ഞാനിടയ്ക്ക് എന്തൊക്കെ എക്സ്ട്രാസ് ആണ് അതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴേക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ വല്ലപ്പോഴും ഒരു പെൻപാൽ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടാവും. പക്ഷേ ഇത് എനിക്കിപ്പോൾ ഒരു 10 പെൻപാൽസ് ഉണ്ട് ഇനി റിപ്ലൈ ലെറ്റർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ എക്സ്ട്രാസൊക്കെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ നല്ലൊരു റിസർച്ച് നടത്തേണ്ട ആവശ്യമുണ്ട് തോന്നുന്നുണ്ട്. കാരണം സെയിം സാധനങ്ങൾ തന്നെ, സ്റ്റിക്കേഴ്സ്, ഡൈക്കറ്റ്സ്, എൻവലപ്സ്, ബ്ലാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ എപ്പോഴും ആഡ് ചെയ്യുന്നത്. പക്ഷേ വേറെ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ വേറെ ഇനിയിപ്പോൾ എന്താ ആഡ് ചെയ്യുക, വേറെ എന്താ പിന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേരളത്തിലുള്ള പിള്ളേർക്ക് തന്നെ ആകുമ്പോഴും ഏകദേശം നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും അവിടെ. നമ്മൾ പുറത്തൊക്കെ കഴിക്കുമ്പോഴല്ലോ നമുക്ക് എന്തെങ്കിലും കറൻസിയോ അങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടോ, ഇതൊക്കെ ഞാൻ സെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അല്ല ഇതിൽ തന്നെ സെൻഡ് ചെയ്തത്. എനിക്ക് വീഡിയോസ് കാണുമ്പോഴും മനസ്സിലാവും ഞാൻ ഏകദേശം സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ സെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ലെറ്ററാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നാലും എക്സ്ട്രാസ് നമുക്കൊരു കാണുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ.
എന്നാലും ചിലതിലൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു പെൻപാലിൻ്റെ വീഡിയോയിൽ ഞാനൊരു സ്റ്റാമ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നിയ കുറച്ച് വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ടൈക്കറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പൊഷാക്ക തീമിൽ വരുന്ന ടൈക്കറ്റ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വെല്ലം പേപ്പറിൽ ചെയ്തൊരു കവറാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ വെല്ലം പേപ്പർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതിലൊരു 3-4 ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതുപോലെ വാഷി ടാപ്പ് യൂസ് ചെയ്തിട്ട് ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് വിൻറ്റേജിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഇപ്പോഴും ഒബ്സഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ കുറച്ചുകൂടെ എസ്തെറ്റിക്സിലും കൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പണ്ട് എൻ്റെ സോഷ്യൽസ്, അതായത് ഇൻസ്റ്റഗ്രാമൊക്കെ വിൻറ്റേജ് പരമായിട്ടുള്ളതായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു സ്മോൾ ബിസിനസ്സിൻ്റെ ഒരു പേജ്, ഇങ്ങനെ നമ്മൾ ക്യൂട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സ് കാര്യങ്ങൾ അതിൽ തന്നെ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ തെന്നി മാറി വിൻറ്റേജിലേക്ക് ചാടിയപ്പോഴും പിന്നെ ഫുള്ളായിട്ട് വിൻറ്റേജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം വിൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ എന്താ പറയുക വണ്ടി തിരിച്ച് ഞാനിപ്പോൾ വീണ്ടും നമ്മുടെ എസ്തെറ്റിക്സിൻ്റെ വഴിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ എസ്തെറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ അതായത് കളക്ട് ചെയ്ത് വരുന്നുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ എനിക്ക് അധികമൊന്നും, അതായത് എക്സ്ട്രാസ് കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അധികം ഇങ്ങനെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാത്തിലും ആഡ് ചെയ്ത് വരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച പോലെ സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അവൈലബിളും എല്ലാം. സോ അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ പരിതാപകരമായ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഇങ്ങനെ എസ്തെറ്റിക്സിനെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ വിചാരിച്ച പോലത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവില്ല. ആ ഒരവസ്ഥയാണ് സംടൈംസ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കീക്കിനൊക്കെ ഞാൻ എല്ലാത്തിലും പിടിച്ചിടാറുണ്ട്. എന്താണെന്ന് എനിക്കല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കീക്കി ഡെലിവറി സർവീസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഒക്ടോബറത്തെ ബൂജോല് മൂവി ലിസ്റ്റിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കാണാണ്ട് വേറെ കുറേ മൂവീസൊക്കെ ഇരുന്ന് കണ്ട് എനിക്ക് ആളുടെ ഔട്ട്ഫിറ്റിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എഴുതി വെച്ചിട്ട് ഇപ്പോഴും അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാര്യം. നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാസിലും ആ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടും അതിലും ഒരു ഗ്രീൻ ടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൂച്ചക്കാൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രി വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാണ്ട് ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റി ഇതിലെടുക്കും. പക്ഷേ ഈ വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പൊതുവേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എനിക്കിങ്ങനെ ആലോചിക്കണ കുറേ ടൈം. എനിക്ക് നല്ല പൊതുവേ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തല നന്നായിട്ട് പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ തല അത്രയും നേരം പ്രവർത്തിപ്പിക്കാൻ ഞാൻ ടൈം എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾക്ക് വെളിച്ചം പോകും. പിന്നെ വീഡിയോ അങ്ങനെയാവും ഇങ്ങനെയാവും. അപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തല്ലേ, അപ്പോൾ അതിൽ എക്സ്ട്രാസ് ഉള്ളത് കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വാഷി സാമ്പിൾസ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വാഷി സാമ്പിൾസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 10-12 വാഷി സാമ്പിൾസ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാട്ടോ പെൻപാൽസിൽ അത്രയും വാഷി ടൈപ്സ് ഒക്കെ ഒരാൾ സെൻഡ് ചെയ്യുന്നത്. പൊതുവേ നമ്മളൊരു 5 6 സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അത്രയും നമ്മൾ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ നമ്മുടെ OP ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊക്കെ ഇതുപോലെ ഹോൾ പഞ്ച് യൂസ് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു റൗണ്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒരു ഗ്രീൻ തീമിൽ വരുന്ന കുറച്ച് വാഷ് ടൈപ്സ്, പിന്നെ പിങ്ക്, അങ്ങനെ ബ്ലൂ, അങ്ങനെ കുറച്ച് കളേഴ്സാണ് കേട്ടോ. പിന്നെ ഒരു വിൻറ്റേജിലും ചെയ്യുന്നുണ്ട്. കാരണം ആൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റർ പേപ്പേഴ്സ് അങ്ങനത്തിൻ്റെയൊക്കെ സാമ്പിൾസ് സെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് കാണാനായിരിക്കും. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും, ചിലവർക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ, അതായത് നമ്മളൊന്ന് തൊട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നാവില്ല. അപ്പോൾ ആൾ സെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വിൻറ്റേജ് ഐറ്റംസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന അധികം ടെക്സ്റ്റർ പേപ്പേഴ്സൊക്കെ എൻ്റെ അത് വിൻറ്റേജ് തീമിൽ വരുന്നതാണ്. അതൊക്കെ തന്നെ സ്ക്രാപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പിൾസ് ആഡ് ചെയ്തപ്പോഴും എന്തായാലും കുറച്ച് വിൻറ്റേജ് എലമെൻറ്റ്സും കൂടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാഷി ടൈപ്സിൽ ഞാനൊരു വിൻറ്റേജ് തീമിലുള്ള വാഷി സാമ്പിൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 3 നമ്മൾ ഇതുപോലത്തെ ഒരു മീൻസ് എസ്തെറ്റിക് തീമിലും ഒന്നൊരു വിൻറ്റേജ് തീമിൽ വരുന്ന വാഷി സാമ്പിൾസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലിപ്സ് ഞാൻ കുറച്ച് സ്പീഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് 2-3 മിനിറ്റ് ഉണ്ടായിരുന്നു ഈ വാഷി ടൈപ്പ് ചുറ്റുന്ന വീഡിയോൻ്റെ ഒരു ദൈർഘ്യം. അപ്പോൾ ഞാനത് എന്താ പറയുക, അത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് ബോറടിക്കും, നിങ്ങൾ ഇട്ടിട്ട് പോകും. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഗ്രീനും, പിന്നെ ഒരു വൈറ്റ് ബ്ലൂ, അങ്ങനെയൊക്കെ ഒരു തീം, പിന്നെ ഈ ഒരു പിങ്കും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്.
പിന്നെ നിങ്ങൾക്ക് ഈ എക്സ്ട്രാസിൽ ഏതാണ് കണ്ടിട്ട് ഇഷ്ടമായത് എന്നുള്ളത് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാസ് ആയിട്ട് എന്തെങ്കിലും മീൻസ് സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കുമ്പോഴും കുറേ കാര്യങ്ങൾ ഓക്കെ, ചിലതൊക്കെ നമുക്ക് ഓക്കെ തോന്നും, ചിലതും ഇതിപ്പോൾ കൊടുത്തിട്ട് എന്താ കാര്യം, ഇത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമില്ലേ, അങ്ങനെ എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും നല്ല ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാഷി ടൈപ്പ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വിൻറ്റേജ് തീമിലുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാം നമ്മൾ സെൻറ്ററിൽ ഹോൾ പഞ്ചോട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒരു റൗണ്ട് സ്റ്റിക്കറല്ല, ഒരു റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന് ഹോൾ ഇട്ടിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് എനിക്കൊരു ലിറ്റിൽ തിങ്സ് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് പേജ് ഉണ്ട് കേട്ടോ. അതിൽ ഞാനിങ്ങനെ സ്ക്രാപ്പ് ബുക്സ് കാര്യങ്ങൾ അതെല്ലാം ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ അതിലിങ്ങനെ ചെയ്യുമ്പോൾ സ്ക്രാപ്പ് ബുക്സിനൊക്കെ റിംഗ് ആൽബംസ് ചെയ്യില്ലേ, അപ്പോൾ റിംഗ് ആൽബംസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടെ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കില്ല, അപ്പോൾ ആ ഹോളൊക്കെ ഇതുപോലെ അന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ കട്ട് ചെയ്തിട്ടും ഇതുപോലെ റൗണ്ട് പഞ്ച് ഉണ്ട് കയ്യിൽ, അപ്പോൾ അത് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഹോൾ പഞ്ച് കൊണ്ട് സെൻറ്ററിൽ ഹോൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് റിംഗ് ഇങ്ങനെ അത് നമ്മളിങ്ങനെ പേജസ് മറിക്കുമ്പോഴും ഒക്കെ ആക്കുമ്പോഴും അവിടെ ഡാമേജ് വരില്ല. അപ്പോൾ അന്നൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള രീതിക്ക് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഓയിൽ ഷീറ്റിൽ ഒട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിയിട്ടുണ്ട്, ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒരവസ്ഥയാണ്, പറഞ്ഞു പോലും ഇല്ലെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി അടുത്ത് കുറച്ച് പേപ്പർ സോപ്പിൻ്റെ സാമ്പിൾസ് ആണ് കേട്ടോ. ഇതൊരു പൂച്ചക്കത്തീവിൽ വരുന്ന ഒരു പേപ്പർ സോപ്പാണല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് കുറച്ച് പേപ്പർ സോപ്പ് സാമ്പിൾസ് ആഡ് ചെയ്യണം എന്നുള്ളത്. ഇത് എല്ലാവർക്കും അവൈലബിൾ ആണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ഇത് പൂച്ചക്കോ തീമിൽ വന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. കാരണം നമ്മുടെ പെൻപാലും ആ ഒരു ഏകദേശം പോഷാക തീമാണല്ലോ, അപ്പോൾ അതിനോട് നീതി പുലർത്താം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടും റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം എക്സ്ട്രാസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സൊക്കെ നമ്മൾ വിൻറ്റേജ് തീമിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടേത് എല്ലാതും മാറുന്നുണ്ട്. കാരണം വിൻറ്റേജിലായപ്പോൾ ഞാൻ വിൻറ്റേജ് തീമിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിൻറ്റേജിൻ്റെ വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ കുറച്ച് യാൺസ് ആണോ ഇതിന് പറയുക, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ സാധനത്തിൻ്റെ കുറച്ച് സാമ്പിൾസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ നമ്മൾ ജേർണലിങ്ങോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്കോ ചെയ്യുമ്പോൾ ഫോട്ടോൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ ഇതിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു 3-4 സാമ്പിൾസ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ടെക്സ്റ്റൈൽ പേപ്പേഴ്സ്, ഇതിൽ വെള്ളം പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ എംബോസ്ഡ് പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇതൊരു കൈൻഡ് ഓഫ് ഹാൻഡ് മെയ്ഡ് പേപ്പറാണോ, ഇത് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ടെക്സ്റ്റൈൽ പേപ്പർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അതിന് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെള്ളം പേപ്പറിൽ എംബോസ് ചെയ്തതും, പിന്നെ നമ്മൾ ബ്രൗൺ പേപ്പറിൽ എംബോസ് ചെയ്തതും, പിന്നെ നമ്മൾ സ്റ്റിഫ് നെറ്റ് പോലത്തെ നെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സാമ്പിളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടെക്സ്റ്റൈൽ പേപ്പേഴ്സ് ഒന്നും ഇല്ല ഉള്ളത്, അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് വിൻറ്റേജ് പേപ്പേഴ്സ്, എൻ്റെ കയ്യിൽ ഒരു 3-4 വിൻറ്റേജ് ബുക്സ് ഉണ്ട്, പല ഷെയ്ഡിലായിട്ട് വരുന്നത്. അത് എനിക്ക് ഈ പേപ്പേഴ്സ് കാണാൻ മനസ്സിലാവുന്നുണ്ടല്ലോ, ഓരോന്നിൻ്റെ കളർ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടല്ലോ ഓരോ പേപ്പേഴ്സിൻ്റെയും. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് DIY ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിൻറ്റേജ് വാക്സിൽ സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ അതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും ഞാൻ ചെയ്ത് വെച്ചപ്പോഴേ എനിക്ക് തോന്നി വിൻറ്റേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ 2 പേപ്പേഴ്സും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാമ്പിൾസ് ഉണ്ടല്ലോ, പിന്നെ ഈ വാക്സിൽ സാമ്പിൾസിൽ ഒന്നിൻ്റെ പിന്നിൽ ഞാനൊരു സ്റ്റിക്കർ പോലത്തെ റൗണ്ട് സ്റ്റിക്കർ കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേതിൻ്റെ പിന്നിൽ ഞാൻ ഒന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്കേഴ്സ് പോലത്തെ ഒരു സാധനമാണ് ഇത്. ഇതിനെന്താ പറയാന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത്, എനിക്കും അറിയില്ല. ഞാൻ എന്തോ ഓർഡർ ചെയ്തത് മാറി വന്നൊരു സാധനമായിരുന്നു ഇത് ടിമോന്ന് ഓർഡർ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു നമ്മൾ ഈ നാനോ ടൈപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ ഒരു ടെക്സ്ചറാണ് അതിന്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ, അതായത് വാളിൽ സ്റ്റിക്കേഴ്സ് പോസ്റ്റേഴ്സൊക്കെ ഒട്ടിക്കാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പേപ്പേഴ്സ് നമുക്ക് ഒന്ന് പാക്ക് ചെയ്യാന്നല്ല, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഈ പേപ്പർ ഒന്ന് ഇതുപോലെ നമ്മളിങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് വാക്സിൽ ചെയ്തിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേക്ക് പേപ്പർ വേൾഡ് പറഞ്ഞൊരു പേജ് സെൻഡ് ചെയ്തതായിരുന്നു. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിനി ക്ലോവർ ആ ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു പോളറോയിഡ് ഫോട്ടോ ആണ്, അതായത് DIY പോളറോയിഡ് ഫോട്ടോ ആണ്, ഒറിജിനൽ പോളറോയിഡ് അല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നമ്മൾ ക്രോഷയുടെ ഒരു ടുലിപ്പ് ഫ്ലവർ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പോളറോയിഡ് ആയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് നമ്മുടെ ലെറ്റർ എഴുതുള്ള പേജ്. അപ്പോൾ ലെറ്ററിൻ്റെ പേജിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രൗൺ കിങ് പാറ്റേൺ ഒരു പീസ് ഒട്ടിച്ചിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു പൊച്ചേക്കോ സ്റ്റിക്കറും പിന്നെ ചില കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ അങ്ങനെ ക്രിയാത്മകമായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല, കുറച്ച് എനിക്ക് തോന്നിയ രീതിക്ക് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ അവിടെ ഇവിടേക്കൊന്ന് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ അങ്ങനെ വിചാരിച്ചു രാത്രി ഇതിൻ്റെ ക്ലസ്റ്റേഴ്സ് പോലെ ചെയ്ത് വെച്ചിട്ട് എന്നാൽ പിന്നെ ഡയറക്റ്റ് ഇതിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ ചെയ്യാം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, മറ്റേ ക്ലസ്റ്റർ ആകുമ്പോൾ അതെങ്ങനെയാണ് ലേഔട്ട് ചെയ്തതെന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ലെറ്റർ പേജ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ
ഇനി ഇതിലുള്ള എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ എക്സ്ട്രാസിൻ്റെ പാക്ക്, പിന്നെ നമ്മുടെ പോളറോയിഡ് ഫോട്ടോ, പിന്നെ ഈ ഒരു എൻവലപ്പ് ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എൻവലപ്പ്. പിന്നെ നമ്മുടെ എക്സ്ട്രാസ് അത് നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത്. പിന്നെ നമ്മുടെ വാഷി സാമ്പിൾസ് ആണ്, ഇപ്പോൾ 4 വാഷി സാമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് തീമിൽ വരുന്ന പോസ്റ്റ് കാർഡാണ്. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബുക്ക് മാർക്കിൻ്റെത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ആളടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ പേപ്പർ സോപ്പിൻ്റെ സാമ്പിൾസ്, പിന്നെ നമ്മൾ വിൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ടെക്സ്റ്റൈൽ പേപ്പർ സാമ്പിൾസും, പിന്നെ വിൻറ്റേജ് പേപ്പർ സാമ്പിൾസും, പിന്നെ നമ്മുടെ വാക്സിൽ ഡിസൈൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സാമ്പിൾസ്. ഇതൊക്കെ പ്ലെയിൻ ബ്ലാങ്ക് വാക്സീൽസ് ആണ് കേട്ടോ, ഡിസൈൻസ് വരുന്നില്ല അതിന്മേൽ. പിന്നെ ഇതുപോലത്തെ കുറച്ച് വിൻറ്റേജ് ഡൈ കട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് യാണിൻ്റെ സാമ്പിൾസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മളിതിൽ കൊടുക്കുന്ന എക്സ്ട്രാസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലുള്ള എക്സ്ട്രാസിൻ്റെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കൂടെ കോമെൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി നമ്മൾ ലെറ്ററും അത് ജസ്റ്റും അതിൻ്റെ അവിടെ ലെറ്റർ എന്നുള്ളതും കൂടെ എഴുതി ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഞാൻ ഹെലോ എന്ന് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലർ ലെറ്ററിൻ്റെ മുകളിൽ പേര് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പേര് എന്തായാലും ഇപ്പോൾ നമ്മൾ എൻവലപ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഹെലോ എന്ന് വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് വലുതായിട്ടിട്ട് ഹെലോ, പിന്നെ താഴെ ചെറിയ ഹെലോയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്രീറ്റ് തീമിൽ വരുന്ന വാഷി സാമ്പിൾ ഒട്ടിച്ചിട്ട് നമ്മൾ അവിടെ ലെറ്റർ എന്നുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസിന് മുകളിൽ ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതിൻ്റെ ആൻസേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് നമ്മുടെ എൻവലപ്പിൽ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ വേറൊരു എൻവലപ്പ് കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.